സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു കള്ളം, മുഹമ്മദും അനുയായികളും മദീനയിൽ കൃഷിയോ വ്യവസായമോ കച്ചവടമോ അതുപോലുള്ള ധനാഗമ മാർഗങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല. 10 കൊല്ലം യുദ്ധവും കൊള്ളയുമായി നടക്കുകയായിരുന്നു. അതായിരുന്നു അവരുടെ ഉപജീവന മാർഗം. നട്ടാൽ മുളക്കാത്ത നുണ എന്നാണ് സാമാന്യമായി ഇതിനെപ്പറ്റി പറയാം. ചരിത്രബോധമുള്ള ഒരു മനുഷ്യനും ഇത്തരം ഒരു കള്ളം പറയാൻ ധൈര്യപ്പെടുക. ജബ്ബാറിന് ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ട് ജബ്ബാറിന് എന്ത് നുണയും പറയാം. കാരണം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ളത് ഒന്ന് അൻസാറുകളാണ്. അവർ നേരത്തെ തന്നെ കർഷകരാണ്. ഈത്തപ്പന, മുന്തിരി ഇതൊക്കെയാണ് അവരുടെ കൃഷി പറഞ്ഞത്. മറ്റൊന്ന് മുഹാജിറുകളാണ്, അവർ കച്ചവടക്കാരാണ്. മദീനയിൽ വന്ന മുഹാജിറുകൾ ഒന്നുകിൽ അവർ അൻസാറുകളുടെ കീഴിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കച്ചവടം നടത്തുക. ഇതാണ് അവർ ചെയ്തിരുന്നത്. ഇതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വസ്തുതയാണ്. ഉപജീവനത്തിന് വേണ്ടി അവർ സ്വീകരിച്ചിരുന്നത് കൃഷി, കച്ചവടം പോലുള്ള സംഗതികളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ജബ്ബാർ പറഞ്ഞത് അവരങ്ങനെയുള്ള സംഗതി ഒന്നും ചെയ്തിരുന്ന അവർ യുദ്ധം കൊള്ളയും നടത്തുകയായിരുന്നു. ഇവിടെയും ജബ്ബാറിൻ്റെ കുബുദ്ധി അംഗീകരിക്കുകയില്ലെങ്കിലും ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും അംഗീകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു കൂട്ടരോട് ശത്രുക്കൾ നിരന്തരമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങി വരികയാണ്. അവരെ ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്താനും അവരഭയം തേടിയ നാട്ടിൽ നിന്ന് പോലും അവർ തുരത്താനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യുദ്ധം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിവിടെ മുസ്ലിങ്ങളാരും നിഷേധിച്ചിട്ടില്ല. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണത്. എന്ന് വെച്ച് ഇവരാരും കൃഷിക്കും കച്ചവടത്തിനും പോയിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സഹാബിമാരിൽ മുഹാജിറുകളായിട്ട് മദീനയിലെത്തിപ്പെട്ട ആളുകളിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരായിട്ട് പിന്നീട് വളർന്നിട്ടുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പോലുള്ള ആളുകൾ. ഇവരൊക്കെ യുദ്ധത്തിലൂടെ പിന്നെ കിട്ടിയിട്ടുള്ള സമ്പത്തല്ല അവരുടെ ഈ സമ്പത്ത് എന്ന് പറയുന്നത്. അവർ ഈ കച്ചവടം ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ കച്ചവടക്കാരായിരുന്നു. അവരവിടെ കച്ചവട പ്രവൃത്തി പിന്നെയും തുടരാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ഇവിടെ ജബ്ബാർ മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറയുന്നത്. അപ്പോൾ എന്തുമാത്രം കള്ളവാദിയാണ്, കള്ളം പറയാൻ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് ഈ ജബ്ബാർ എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ മതം വിശ്വസിക്കാത്തതിൻ്റെ പേരിലാണ് ശത്രുക്കളെ കൊന്നൊടുക്കിയിട്ടുള്ളതും അവരോട് യുദ്ധം ചെയ്തിട്ടുള്ളതെന്നുള്ള മറ്റൊരു കളവാണ് ജബ്ബാർ പറയുന്നത്. ഇവിടെ യുദ്ധത്തിന് ആദ്യം തന്നെ ആക്രമണത്തിന് ആദ്യമായിട്ട് മുതിർന്നത് ആരാണ്? മദീനയിൽ യഥിരിബിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ആളുകൾ അവരിന്ന് തുരത്തണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് എന്നും മക്കയിലെ ആളുകളാണ് മദീനയിലുള്ള അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനെ പോലുള്ള ആളുകൾ നേരത്തെ എഴുത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ യുദ്ധത്തിന് അനുവാദം ലഭിച്ചിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഏത് യുദ്ധം എടുത്ത് പരിശോധിച്ചാലും അവിടെ ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന് മദീനയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളുണ്ടായപ്പോഴാണ് ഏത് യുദ്ധത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ളത്. അവിടെ ആധുനിക രാഷ്ട്രം പോലും ജബ്ബാർ വല്ലാതെ വീമ്പളക്കണ മതേതര ജനാധിപത്യ രാഷ്ട്രങ്ങൾ പോലും ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ശത്രു ഒരുങ്ങി വരുമ്പോൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തിലുള്ള അവസ്ഥ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല.
അപ്പോൾ ജബ്ബാർ പറയുന്ന മതേതരവാദികൾക്കൊക്കെ അതൊക്കെ ആവാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും അത് പറ്റൂല എന്നാണെങ്കിൽ അത് ജബ്ബാറിൻ്റെ കീശായി വെച്ചാൽ മതി അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ. അത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ മാത്രമല്ല, ലോകത്ത് രാഷ്ട്ര സംവിധാനവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആർക്കും അത് സ്വീകാര്യമാവില്ല. ജബ്ബാറിനെ പറ്റി മേപ്പറല്ലാത്തവൻ എൻ്റെ തീപ്പരി എന്ന് ചോദിച്ചതുപോലെ ജബ്ബാറിൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ജബ്ബാറിന് എന്ത് കളവും വിളിച്ചു പറയാൻ കഴിയും. അതാണ് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജബ്ബാർ പറയുന്നത് ഇതാണ് ഉത്തമ മാതൃകയെങ്കിൽ, അതായത് യുദ്ധവും കൊള്ളയുമാണ് ഉത്തമ മാതൃകയെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ഈ ഉത്തമ മാതൃകയായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരുന്നുള്ള. ഇവിടെ ഉത്തമ മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉത്തമ മാതൃക ലോകത്തു നിന്ന് എല്ലാവരും പിന്തുടരുന്നുണ്ട്. ശത്രുവിനെ നേരിടുക, ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പോലുള്ള സംഗതികൾ ഏത് കാലഘട്ടത്തിലും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അല്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് വെടിവെച്ചോ അല്ലെങ്കിൽ കുത്തിക്കൊന്നോ തല വെട്ടിക്കോന്ന് പറഞ്ഞാൽ ആരും നിന്നു കൊടുക്കാറില്ല. അപ്പോൾ അത് ഒരു ഉത്തമ മാതൃകയായിട്ട് ലോകത്തെല്ലാവരും അംഗീകരിച്ചാണ്. അത് ജബ്ബാറിന് സ്വീകാര്യമല്ലെങ്കിൽ ജബ്ബാർ അതിന് പകരമായിട്ടുള്ള മാർഗം പറയണം. ചപ്പടാച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ജബ്ബാറിൻ്റെ വീട്ടിൽ ജബ്ബാറിനെയും കുടുംബത്തെയും തല്ലിപ്പുറത്താക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നാൽ ജബ്ബാർ എന്താ ചെയ്യുക? ജബ്ബാർ നിന്നു കൊടുക്കുമോ? ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് ജബ്ബാർ വീട് വിട്ട് ഇറങ്ങുമോ? അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇത് പറ്റുമെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇത് പറ്റൂല എന്നാണോ ജബ്ബാറിൻ്റെ തിട്ടൂരം? എങ്കിൽ ജബ്ബാറിന് ആ വാദഗതിയായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ജബ്ബാർ അത് സ്വന്തം അനുയായികളോട് പറഞ്ഞാൽ മതി. അത് മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു രാഷ്ട്ര സംവിധാനം ആർജിച്ചെടുത്തിട്ടുള്ള ഒരു വിഭാഗത്തിനും അത് സ്വീകാര്യമാവാനുള്ളതാണ് വസ്തുത. പിന്നെ സമാധാനമല്ല മുഹമ്മദും അള്ളാഹുവും നിർദ്ദേശിക്കുന്നത് യുദ്ധമാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് മഹാപാതകമായി കാണുന്നു എന്നൊക്കെയാണ് ജബ്ബാർ പറഞ്ഞത്. സംഗതി ശരിയാണ്. ഒരു ആദർശം, അത് ഏത് ആദർശമാകട്ടെ, ഇസ്ലാം എന്നത് മാത്രമല്ല, ഏത് ആദർശമായാലും ആ ആദർശത്തിൻ്റെ ആളുകൾ അവരുടെ അനുയായികളോട് പറയലെന്താ? ആ ആദർശം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകണമെന്ന് തന്നെയാണ് പറയാം. ഇപ്പോൾ ജബ്ബാർ അങ്ങനെയൊക്കെ വീമ്പളക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാടെന്താ? ജബ്ബാർ ഇസ്ലാമിനെ മാത്രം തള്ളി പറഞ്ഞാൽ പോരല്ലോ. കമ്മ്യൂണിസത്തിൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്നതാണ് കമ്മ്യൂണിസം പറഞ്ഞത്. ഇസ്ലാം പറയുന്നത് ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണം. ലക്ഷ്യം ശുദ്ധമായതുകൊണ്ട് മാത്രമായില്ല, മാർഗവും ശുദ്ധമാവണം. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിൽ ലക്ഷ്യം മറന്നുകൊണ്ട് ശത്രുവിൻ്റെ മുമ്പിൽ ഭീതി പൂണ്ടിട്ട് ഓടിപ്പോവുക എന്നുള്ളത് ഒരു ആദർശശാലിയെ സംബന്ധിച്ചിടത്തോളം സംഗതമാവുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ ഓടിപ്പോകുന്നത് വലിയ പാപമായും അയാളുടെ കർമ്മങ്ങളൊക്കെ അതോടുകൂടി നഷ്ടപ്പെട്ടു പോകുമെന്നും പറയുന്നത്. അതുകൊണ്ട് അയാൾ യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് പോരാടണം. അവിടെ പോരാടുമ്പോൾ സ്വാഭാവികമായും അയാൾ ഒന്നുകിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ വിജയിക്കും. കൊല്ലപ്പെട്ടാൽ മനുഷ്യൻ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിന് പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വല്ലതും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവണം. ആ പ്രതീക്ഷയാണ് ഷഹാദത്ത് രക്തസാക്ഷിക്ക് കിട്ടുന്ന പരലോകത്ത് വെച്ച് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് തന്നെ കിട്ടണം. അതാണ് യുദ്ധവിജയവും ആ യുദ്ധവിജയത്തിലൂടെ കൈവരുന്ന യുദ്ധധനവും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇസ്ലാം ഓഫർ ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് യുദ്ധം എന്നത് ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും സമൂഹത്തെ സംബന്ധിച്ചായാലും രാഷ്ട്രത്തെ സംബന്ധിച്ചായാലും ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെയും ജബ്ബാർ ചോദിക്കുന്നത് കുൻ എന്ന് പറഞ്ഞാൽ സംഗതി നടക്കണം അള്ളാഹ്ക്ക് എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഒക്കെ ആവശ്യമെന്നാണ്. ഇവിടെ ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനൊരു പ്രകൃതി നൽകിയിട്ടുണ്ട്. ആ പ്രകൃതി എന്ന് പറയുന്നത് അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ അധ്വാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അവന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ അവൻ പരാജയപ്പെടുന്നുള്ളതാണ്. ആ നിലക്കാണ് മനുഷ്യനല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സൃഷ്ടിയോടാണ് അള്ളാഹു പറയണത്, നിൻ്റെ കാര്യങ്ങൾ നീ ഈ നിലക്ക് ചെയ്താൽ ഞാൻ നിന്നെ സഹായിക്കാം രംഗത്ത്, അല്ലെങ്കിൽ നീ പരാജയപ്പെടും. അപ്പോൾ ആദർശബോധമുള്ള ലക്ഷ്യത്തോട് പ്രതിബദ്ധതയുള്ള മനുഷ്യനായ ഒരു വ്യക്തിയായിരുന്നാലും സമൂഹമായാലും അവർ ആ രംഗത്ത് ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളത് ഇസ്ലാം മാത്രമല്ല ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളും അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അതാണ് ഇസ്ലാം ഇവിടെ മുമ്പോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇവിടെ അതിൻ്റെ അനുയായികൾക്ക് വാഗ്ദാനം ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഭൂമിയിലെല്ലാം കിട്ടിയെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട് അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്, നിങ്ങളിതിൽ രക്തസാക്ഷികളാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരലോകത്ത് നേട്ടം നൽകാം, നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നേട്ടം ലഭിക്കും. ഈ നേട്ടം കണ്ടുകൊണ്ടാണ് ഒരു മുസ്ലിം ഈ രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്നത്. അപ്പോൾ അതിൽ ഒന്നുകിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഓടിപ്പോകും. ആ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങളൊന്നും അള്ളാഹുവിൽ സ്വീകാര്യമാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിലോ അവർക്ക് ഓടിപ്പോവാം. യുദ്ധത്തിൻ്റെ തന്ത്രം എന്നുള്ളവർക്ക് ഓടിപ്പോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ യുദ്ധത്തിൻ്റെ തൽക്കാലം ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് ഓടി മറ്റൊരു മാർഗത്തിലൂടെ വന്ന് ശത്രുവുമായിട്ട് പിന്നീട് രണ്ടാമതും ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള ഒരു തന്ത്രത്തിൻ്റെ രീതിയിൽ മാത്രമേ ഈ ഓട്ടം എന്നത് ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലാത്തതെന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തോടും ആദർശത്തോടും പ്രതിബദ്ധമില്ലാത്ത ആളുകൾക്ക് അത് സംഭവിക്കുള്ളൂ. അവരെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കപടന്മാർ എന്നോ മറ്റോ ഒക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നത്. അത്തരം ആളുകൾക്ക് പരലോകത്തൊന്നും കിട്ടാനില്ല എന്നുള്ളത് അതിൻ്റെ ആദർശത്തിൻ്റെ തന്നെ താല്പര്യമാണത്. അതേവിടെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് മേപ്പറില്ലാത്തതുകൊണ്ട് തീപ്പരില്ല. അതുകൊണ്ട് എന്തും വിളിച്ച് പറയാം, കൂവാം, എന്ത് ചപ്പടാച്ചിയും വിളിച്ച് പറയാം. അതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളതാണ്.